പരുമല കൊച്ചുതിരുമേനിയുടെ 4ാം തലമുറക്കാരനാണ് നീക്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവ. മുളന്തുരുത്തി മാർത്തോമൻ കത്തീഡ്രലാണ് മാതൃഇടവക. അയർലൻഡിൽ നിന്ന് ബിരുദവും ഡബ്ലിനിൽ നിന്ന് എംഫിലും നേടി. കൊച്ചുതിരുമേനി എന്ന് അടുപ്പക്കാർ വിശേഷിപ്പിച്ചിരുന്ന ജോസഫ് മോർ ഗ്രിഗോറിയോസ് സഭാധ്യക്ഷ പദവിയിലെത്തുമ്പോൾ പ്രതീക്ഷയോടെയാണ് ഏവരും അതിനെ കാണുന്നത്. സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ അടുത്ത ബന്ധുക്കൾ മിക്കവരും ലെബനനിലാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. 13 വയസ്സ് മുതൽ പട്ടമായിട്ട് കിട്ടിയതാണ്. നമുക്ക് ഈ സഭയുടെ തലവനായിട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ വീട്ടിൽ വരാറുണ്ട്, സന്തോഷം പങ്കിടാറുണ്ട്. സഭയുടെ തലവനായിട്ട് വരുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമൂഹിക പ്രവർത്തനവും അജപാലനത്തിന്റെ മറ്റൊരു മുഖമായി കാണുന്ന ഇടയനാണ് അദ്ദേഹം. മുളന്തുരുത്തി സർക്കാർ ആശുപത്രിയോട് ചേർന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രം, താബോർ ചാരിറ്റബിൾ ട്രസ്റ്റ്, മെത്രാപ്പൊലിത്തൻ പൂവർ റിലീഫ്, 100ഓളം വീടുകളുടെ നിർമ്മാണം, അങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം നേതൃത്വ പാഠവുമുള്ള ഒരു മെത്രാപ്പൊലീത്ത വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ കാതോലിക്ക വാഴ്ചയിൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങളും ഏറെ സന്തുഷ്ടരാണ്. ഞങ്ങൾ മാത്രമല്ല, സഭ ഒന്നടങ്കം മൊത്തം പുതിയ കാതോലിക്ക ബാവയെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. 2019 എതിരില്ലാതെയാണ് സഭയുടെ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി പദവിയിൽ അദ്ദേഹം എത്തിയത്. തുടർന്ന് കാതോലിക്കോസ് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. സുറിയാനി സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനിപ്പ് പെരുന്നാൾ ദിനത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം. വ്യവഹാരമുക്ത സഭയാണ് ലക്ഷ്യമെന്നാണ് നിയുക്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവ വ്യക്തമാക്കുന്നത്. സഭാതർക്കം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടെയാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.